ജാൻ ഫെഡറോസ്കി ലോകം അറിയപ്പെടുന്ന സംഗീതജ്ഞനാണ്. റഷ്യൻ പോളണ്ടിൽ നിന്നുള്ള അതിവിദഗ്ധനായിട്ടുള്ള പിയാനിസ്റ്റാണ്. അദ്ദേഹം പ്രശസ്തി ആർജിക്കുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു മൾട്ടിനാഷണൽ റിസോർട്ടിൽ ഒരു മ്യൂസിക്കൽ ട്രോപ്പിൻ്റെ പരിപാടി കാണുന്നതിന് വേണ്ടി എത്തുകയാണ്. അങ്ങനെ മറ്റുള്ള ആളുകളെ പോലെ അദ്ദേഹം ഓഡിയൻസിൽ ഇരിക്കുമ്പോൾ അവിടെ ആ മ്യൂസിക്കൽ ട്രൂപ്പിൽ ഒരു പ്രതിസന്ധി വന്നു ചേരുകയായിരുന്നു. വേറൊന്നുമല്ല, ആ മ്യൂസിക്കൽ ട്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൈകാര്യം ചെയ്യേണ്ടിരുന്ന പിയാനിസ്റ്റ് എത്തിച്ചേരുകയില്ല എന്ന് അവസാന നിമിഷമാണ് അറിയിക്കുന്നത്. എന്തോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കുരുക്കിൽ അദ്ദേഹം അകപ്പെടുകയും വരാൻ കഴിയില്ല എന്ന് അസന്ദിഗ്ധമായിട്ട് അറിയിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ ആ മ്യൂസിക്കൽ ട്രൂപ്പിൻ്റെ മുഖ്യ സംഘാടകനായ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു പ്രതിസന്ധിയിലകപ്പെടുകയാണ്. അദ്ദേഹം വളരെ വിഷണ്ണനായിക്കൊണ്ട് ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചിന്തിച്ചുകൊണ്ട് സ്റ്റേജിൻ്റെ മുൻഭാഗത്തേക്ക് വരികയാണ്. ഓഡിയൻസ് ആണെങ്കിൽ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി പരിപാടി തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റേജിൻ്റെ മുൻഭാഗത്ത് ഒരു ഭാഗത്ത് ജാൻ ഫെഡറോസ്കി ഇരിക്കുന്നത് ഈ മുഖ്യ സംഘാടകനായ മനുഷ്യൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയായി. അദ്ദേഹം നേരെ വെച്ച് പിടിക്കുകയാണ്. ഈ മുഖ്യ സംഘാടകൻ അറിയാം ജാൻ ഫെഡറോസ്കിയുമായി സൗഹാർദ്ദമുണ്ട്, അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള പിയാനോ പാടവത്തെക്കുറിച്ച് അയാൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറയുകയാണ്, അകപ്പെട്ട പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഇതിലെ പിയാനോ വായന എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക്കാണ്, താങ്കൾക്കതൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് കേട്ട ഉടനെ ജാൻ ഫെഡറോസ്കി മറ്റൊരു ചിന്തയുമില്ലാതെ നിസ്സങ്കോചം അദ്ദേഹം സർവാത്മന അദ്ദേഹം പറയാണ്, വൈ നോട്ട്, ഐ എം ആൾവേസ് റെഡി എന്ന് പറയാണ്. അങ്ങനെ ആ മ്യൂസിക്കൽ ട്രൂപ്പിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ആ പിയാനോ ഭാഗം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ്. ആ മ്യൂസിക്കൽ പരിപാടി, ആ ഓർക്കസ്ട്ര വളരെ വിജയകരമായി വളരെ ഭംഗിയായിട്ട് അത് നടക്കുകയും ചെയ്തു. അപ്പോൾ ആ പരിപാടിയുടെ ഒടുവിൽ ഈ കോർഡിനേറ്ററായ മനുഷ്യൻ്റെ മനസ്സ് നിറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങേയറ്റത്തെ കൃതജ്ഞതയോട് കൂടിയിട്ട്, ഗ്രേറ്റ്ഫുൾനെസ്സോട് കൂടിയിട്ട് അദ്ദേഹം ജാൻ ഫെഡറോസ്കിയെ സമീപിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു, മൈ ഡിയർ ഫ്രണ്ട്, ഹാഡ് ഐ ബീൻ ബോൺ വിത്ത് യുവർ വിൽ പവർ ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയാണ്. അപ്പോൾ വളരെ വിനയാന്വിതനായിട്ട് അതിനോട് ജാൻ ഫെഡറോസ്കി പ്രതിവചിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മൈ ഡിയർ ഫ്രണ്ട്, എവറി വൺ ഈസ് ബോൺ വിത്ത് ഡിറ്റർമിനേഷൻ ബട്ട് ഐ ഹാവ് എക്സ്പ്ലോർഡ് ഇറ്റ് അപ്പ് എന്ന് പറയണം. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി ആഡ് ചെയ്തു, ടു ബി റെഡി, ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് പിയാനോ 6 hours ഡെയിലി ഫോർ ലാസ്റ്റ് 20 years. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഓരോ ദിവസവും 6 മണിക്കൂർ വെച്ച് ഞാൻ പിയാനോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് റെഡി ആവാനായിട്ട് കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ നമുക്ക് വലിയൊരു ഗുണപാഠമുണ്ട്. ഈ യഥാർത്ഥ സംഭവ കഥയുടെ മോട്ടിവേഷണൽ മോറൽ എന്താണെന്ന് ചോദിച്ചാൽ, ലോട്ടറി അടിക്കുന്നതല്ല യഥാർത്ഥ ലക്ക്. യഥാർത്ഥ ലക്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രിപ്പറേഷൻസ് മീറ്റിംഗ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നാം നിരന്തരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നാം നമ്മുടെ പൊട്ടൻഷ്യൽ കാലിബറിനെ, നാം നമ്മുടെ പ്രോമിനൻ്റ് ടാലൻറ്റിനെ, നാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റലിജൻസിനെ നിരന്തരമായി സ്ഫുടം ചെയ്തെടുക്കുക, നിരന്തരമായി സാധകം ചെയ്തെടുക്കുക, നർച്ചർ ചെയ്യുക, എൻഹാൻസ് ചെയ്യുക. പലതരത്തിലുള്ള പരിശീലനങ്ങൾക്ക് നിരന്തരമായി വിധേയമായിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട സ്കില്ലും നോളജും എക്സ്പെർട്ടൈസും കോമ്പിറ്റൻസും നമ്മൾ നേടുക. എപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി തെളിയുക, പ്രൊമോഷനോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഗ്രോത്തിനോ പ്രോസ്പിരിറ്റിക്കോ സാമൂഹ്യമായിട്ടുള്ള രംഗത്തെ പ്രവർത്തനത്തിലോ എപ്പോഴാണ് ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ തെളിയുന്നത്, വി ഹാവ് ടു ഗ്രാബ് ഇറ്റ്. അത് ആ സമയത്ത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ തുറക്കുമ്പോൾ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല, എനിക്കതിനുള്ള കോമ്പിറ്റൻസ് ഇല്ല, എഫിക്കസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസരത്തെ തട്ടിമാറ്റുന്നതിന് പകരം അതിന് നെഞ്ചോട് ചേർക്കുവാനും വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി അത് ഏറ്റെടുക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിരന്തരമായ പ്രിപ്പറേഷൻസാണ് ആവശ്യം. അതിന് നമുക്കെല്ലാവർക്കും കഴിയുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷനിൽ നിന്ന് വിടുവാങ്ങുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.